ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും അർച്ചന ചേച്ചി LLB സീരിയലിന്റെ ലേറ്റസ്റ്റ് പ്രൊമോ റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ അർച്ചനയുടെ ഓഫീസിലേക്ക് ചിന്നു പോകുന്നുണ്ട്. പിന്നീട് അവർ രണ്ടുപേരും അച്ചുവിനെയും രുക്കുവിനെയും അമ്പലത്തിലെത്തിക്കുന്ന ആ പ്ലാനിനെ കുറിച്ച് സംസാരിക്കുകയാണ്. ചിന്നു അർച്ചനയോട് ചോദിക്കുന്നുണ്ട്, അമ്മ എന്തുകൊണ്ടാണ് അമ്പലത്തിലേക്ക് വരാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അർച്ചന പറയുന്നുണ്ട്, നീയല്ലേ അനന്തമാമന്റെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചത്, അവിടെ എന്തോ പ്രശ്നമുണ്ട്, നിങ്ങൾക്ക് വരാൻ കഴിയില്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ് ഞങ്ങൾ തിരിച്ച് അമ്പലത്തിൽ നിന്ന് വീട്ടിലേക്ക് പോയതെന്ന് അർച്ചന പറയും. ഇത് കേട്ട് ചിന്നുവിനാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. അങ്ങനെ രണ്ടുപേരും കൂടി പറഞ്ഞ കാര്യങ്ങൾ കണക്ട് ചെയ്ത് വെച്ച് നോക്കുമ്പോൾ ഇതിന്റെ പിന്നിലെല്ലാം രുക്കുവിന്റെ ചതിയാണെന്ന് അവര് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ചിന്നു രുക്കുവിന്റെ ചതി അറിഞ്ഞ് തിരിച്ച് ചന്ദ്രകാന്തത്തിലെത്തുകയാണ്. വളരെ ദേഷ്യത്തോടെയാണ് ചിന്നു വരുന്നത്. അതേസമയം രുക്കു ആണെങ്കിൽ ഫോണിൽ പാട്ടും കേട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. അപ്പോഴാണ് ചിന്നു വരുന്നത്. ചിന്നു ആണെങ്കിൽ രുക്കുവിനോട് വന്ന് പൊട്ടിത്തെറിക്കുന്നുണ്ട്. ഉണ്ടായ സംഭവങ്ങളെല്ലാം ചിന്നു രുക്കുവിനോട് ചോദിക്കുമ്പോൾ രുക്കു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ പതറി നിൽക്കുകയാണ്. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് അച്ചു വരുന്നുണ്ട്. അച്ചുവിനെ കാണുന്നതും രുക്കു വേഗം തന്നെ കരഞ്ഞഭിനയിക്കുകയാണ്. ചിന്നു അപ്പോഴേക്കും അച്ചുവിനെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കാൻ നോക്കുന്നുണ്ടെങ്കിലും അച്ചു ദേഷ്യത്തോടെ ചിന്നുവിനോട് പറയുന്നുണ്ട്, നീ ഇനി നിന്റെ മാമന്മാരെ കുറിച്ച് എന്നോട് പറയണ്ട, എല്ലാവരെയും എനിക്കിന്ന് മനസ്സിലായി, ഈ വീട്ടുകാരുടെ മുന്നിൽ വെച്ച് നീ ഇന്ന് എന്നെ നാണം കെടുത്തിയില്ലേ എന്നെല്ലാം അച്ചു ചിന്നുവിനോട് അങ്ങനെ ചോദിക്കുകയാണ്. ചിന്നു ആണെങ്കിൽ ഒന്നും മിണ്ടാതെ സങ്കടപ്പെട്ടുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ്. പിന്നീട് ചന്ദ്രയും രുക്കുവും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. ചിന്നുവിനെ എങ്ങനെയെങ്കിലും ചന്ദ്രകാന്തത്തിൽ നിന്ന് പുറത്താക്കാനാണ് ചന്ദ്രയുടെയും രുക്കുവിന്റെയും അടുത്ത നീക്കം. ചന്ദ്ര അങ്ങനെ രുക്കുവിനോട് പറയുന്നുണ്ട്, ഈ വിജയേട്ടൻ ഒറ്റൊരുത്തനാണ് ഇതിനെല്ലാം കാരണം, ആ ചിന്നു അതുകൊണ്ടാണ് ഇവിടെ വന്ന് താമസിച്ചത്, അർച്ചനയെ തകർക്കാനാണെന്ന് പറഞ്ഞ് ആ ചിന്നുവിനെ ഇങ്ങോട്ടേക്ക് എന്തിനാണ് വിളിച്ചുകൊണ്ട് വന്നത്, അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നോ, അച്ഛനും മാമനും കൂടി അപ്പുറത്തും ഇപ്പുറത്തും ബലമായി നിൽക്കുന്നത് കൊണ്ടല്ലേ അവൾക്ക് ഇവിടെ കിടന്ന് നെകളിക്കാൻ പറ്റുന്നത്, അത് ഞാൻ നിർത്തിക്കൊടുക്കാമെന്ന് ചന്ദ്ര അങ്ങനെ ചിന്നുവിനെ കുറിച്ച് ദേഷ്യത്തോടെ പറയുന്നുണ്ട്. ഇതെല്ലാം രുക്കു അങ്ങനെ കേട്ടുകൊണ്ട് നിൽക്കുകയാണ്. പിന്നീട് ചന്ദ്രയും രുക്കുവും ആര്യയും ചിന്നുവിനെ എങ്ങനെ ഇവിടെ നിന്നും പുറത്താക്കാമെന്ന് ആലോചിച്ച് അങ്ങനെ ഇരിക്കുകയാണ്. ആര്യയാണെങ്കിൽ ഫ്രണ്ട്സ് പറഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ചിന്നുവിനെ ഏതെങ്കിലും മയക്കുമരുന്ന് കേസിൽ പെടുത്താൻ തന്നെയാണ് ആര്യയുടെ ശ്രമം. ഇതോടെയാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. നാളെ പുതിയൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം. ബൈ, ഗുഡ് നൈറ്റ്.